വാച്ചറാണ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞ്? എൻ്റെ പേര് ഗോപാൽ. ഗോപാൽ, ഓക്കെ. ഇവിടെ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആളുടെ കൈ കരടിയുടെ കടിയേറ്റ് ഡാമേജ് വന്നിട്ടുള്ള ആളാണ്. കയ്യൊന്ന് കാണിച്ച് കണ്ട, കയ്യിൻ്റെ ഒരു ഇത് കണ്ട. ആ, എത്ര സ്റ്റിച്ചിട്ടെന്ന് ഓർമ്മയുണ്ടോ? 18 സ്റ്റിച്ചിട്ടോ? ഓ, 2 വിരലുകളിലായിട്ട് 18 സ്റ്റിച്ചാണ് ഇട്ടത് അല്ലേ? ഓ, ഇത് കരടിയുടെ കഷ്ടല്ലേ? അങ്ങനെ നമ്മൾ പറമ്പിക്കുളം എത്തിയിരിക്കുകയാണ്. പറമ്പിക്കുളം ഡോർമെട്രിയിലാണ് നമ്മുടെ സ്റ്റേ. വൈകുന്നേരം വന്നപ്പോൾ വളരെ നല്ലൊരു ആംബിയൻസാണ്. താമസിക്കുന്ന ഡോർമെട്രിയുടെ ചുറ്റും, ആ കാണുന്നതാണ് ഡോർമെട്രി, ചുറ്റും നീലഗിരി ലങ്കൂർ, ഹനുമാൻ ലങ്കൂർ, പിന്നെ അതുപോലെ നല്ല പീലിയുള്ള മയിൽ, മാനുകൾ, അങ്ങനെ പിന്നെ കാട്ടൂഞ്ഞാലി, അങ്ങനെ പലതരം പക്ഷി മൃഗാദികൾ കണ്ടുകൊണ്ട് വളരെ നല്ലൊരു ആംബിയൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് നേരത്തെ 2 മയിലിൻ്റെ ശബ്ദം, കരിങ്കുരങ്ങ് അതിന് മുകളിൽ ചാടിയത്. നമ്മൾ നാളെ പഗ് മാർക്കറ്റ് ട്രയൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മാനിനെ കാണാടാ. ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത് പോലെ, വൈഡ് ആയതുകൊണ്ട് എത്രത്തോണ്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നിറയെ മാൻകൂട്ടുണ്ട്. ഇതിന് ചുറ്റും മാനുകളും കരിങ്കുരങ്ങും അങ്ങനെ പലവിധ മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസാണ്. ഓ, കരിങ്കുരങ്ങൾ അങ്ങനെ കിടന്ന് ആകെ ചാടി മറിഞ്ഞ് ഇതിൻ്റെ മുകളിലൊക്കെ വീണ് ഭയങ്കര ശബ്ദമാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഡോർമെട്രി. ഇവിടെ ഒരു 40 പേർക്ക് താമസിക്കാം. വളരെ നല്ല വിശാലമായിട്ടുള്ള ഡോർമെട്രിയാണ്. ഡോക്ടറെ, ഇതാണ് നമ്മുടെ ഡോർമെട്രി. ഇതിൻ്റെ ഉള്ളിൽ ചൂട് ഇല്ല കേട്ടോ, പുറത്തുള്ള ചൂട് ഇതിൻ്റെ ഉള്ളിലില്ല. പിന്നെ അവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, അവിടെയും ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഉള്ളിലൊക്കെ നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. കണ്ടോ, മുകളിലും. പിന്നെ ഇവിടെ ഇരിക്കാടാ, ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. കണ്ടോ. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മളിതേ നമ്മുടെ പുതിയ ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇപ്രാവശ്യം പറമ്പിക്കുളം ട്രക്കിങ്ങാണ് എടുത്തിട്ടുള്ളത്. പറമ്പിക്കുളം ടൈഗർ റിസർവ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ഏരിയ ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇന്ന് ഇവിടെ എത്തി. ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യാണ്. നമ്മളിന്ന് ഹോൺബിൽ സ്റ്റേ ആണ് എടുത്തിട്ടുള്ളത്. ഡോർമെട്രിയാണ്, ഹോൺബിൽ ഡോർമെട്രി എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിന് ചുറ്റും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. നോക്കൂ, ഇവിടെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നേച്ചർ സ്റ്റഡി ഹാളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ടെൻറ്റുകളൊക്കെ ഉണ്ട് നമുക്കിവിടെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളുടെ ഫോറസ്റ്റിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ സഫാരിക്ക് പോകുന്നത് ഈ വണ്ടിയിലായിരിക്കും. ഇതിലാണ് നമ്മൾ
സഫാരിക്ക് പോവാം. നാളെ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫുഡിന് വേണ്ടിയിട്ടൊരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നമുക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. രാത്രി ഫുഡ് കഴിച്ചിട്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്യും. നാളെ രാവിലെ 8 മണിക്ക് ക്യാൻറ്റീൻ ഓപ്പൺ ആണ്. അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാവിലെ 9 മണിക്കാണ് നമ്മുടെ ടൈഗർ പക്മാർക്ക് അവിടേക്ക് നമ്മൾ യാത്ര തിരിക്കും. ഇവിടെ ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ മാർച്ച് മാസമൊക്കെ ഏപ്രിൽ മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഡ്രൈ ആണ്. എങ്കിൽ കൂടിയും മയിലുണ്ട്, മാനൊക്കെ നമ്മളുടെ തൊട്ടടുത്തുണ്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേ ഇങ്ങനെ നടക്കുന്നുണ്ട് അവർ. ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വിശേഷങ്ങൾ നാളത്തെ ട്രയലിൽ കാണിച്ചു തരാം. വേണ്ട ഡിസ്റ്റർബ് ചെയ്യണ്ടോ? മലബാർ വിസിലിംഗ് ത്രഷാണ്. ചൂളക്കാക്ക എന്നൊക്കെ പറയും. കാലത്ത് അതിമനോഹരമായിട്ട് പാട്ട് പാടുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. നമ്മൾ താമസിക്കുന്ന ഡോർമെറ്ററിയുടെ ഫ്രണ്ടിൽ തന്നെ 2 എണ്ണം കൂട് കൂട്ടിയിരിക്കുകയാണ്. ഇത്രയും ക്ലോസ് ആയിട്ട് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ രാത്രി ആയതുകൊണ്ട് നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. എന്തായാലും ഇന്ന് തൽക്കാലം ഉറങ്ങണു. നാളെ കാലത്ത് അതിൻ്റെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കാം. അപ്പോൾ നമ്മൾ പക്മാർക്ക് ട്രയൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഡാമിൻ്റെ സൈഡ് കാണാം. ഒരു പാലം കാണാം. ആ പാലത്തും കൂടെ അപ്പുറത്ത് പോയിട്ട് അങ്ങനെ ഒരു ട്രക്കിംഗ് ആണ്. ട്രക്കിങ് 12 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ പ്രസിദ്ധമായ പറമ്പിക്കുളം പക്മാർക്ക് ട്രയൽ ട്രക്കിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. ദേ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണിത്. ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തു. സ്റ്റേയുടെ ഫ്രണ്ടിലൊക്കെ മാനും മയിലും അതുപോലെ തന്നെ മുയലും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു ഇന്നലെ രാത്രി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 12 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വിശേഷങ്ങൾ പതിയെ പങ്കുവയ്ക്കാം. ടൈഗറാണോ? മാവിനെ തിന്നണം. അതാണല്ലോ ടൈഗർ പക്മാർക്ക്. അത് കഷ്ടം അല്ലേ? ഹെയറൊക്കെ ഉണ്ടോ? മാവാണ് ഇത്. വലിയ ഒരാഴ്ച പഴക്കം ഉണ്ടാവൂലേ? ഒരാഴ്ച പഴക്കം ഉണ്ടാവും. ഒരാഴ്ച മുന്നേ ആശാൻ ഈ വഴിക്ക് വന്ന് പോയിട്ടുണ്ട്. അത്യാവശ്യം സൈസ് ഉള്ളതാണ്. ഇതുണ്ട്. ഇതൊക്കെയാണ് എല്ലിൻ്റെ. ഇത് വേറെ ടൈഗറിൻ്റെ കഷ്ണം. എല്ലിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ. എല്ലിൻ്റെ പോർഷൻ ഇതാണ് ബാക്കിയുള്ള ഹെയറൊക്കെ. അതെ. ഇത് കരടിയുടെ കഷ്ടല്ലേ? പയറും എന്തൊക്കെയോ ചെറിയ ചെറിയ ഫ്രൂട്ട്സുകളൊക്കെ ഫ്രൂട്ട്സ് വെച്ചിട്ട് അതിൻ്റെ കായല. പിന്നെ കണിക്കൊന്നര കായ് കഴിക്കും. ഇപ്പോൾ കൂടുതലും കണിക്കൊന്നയും മറ്റേ പാനൽ ചെടി അതിൻ്റെ പഴങ്ങളാണ് കൂടുതലും. മണലാണോ? മണല് മണലാണ്. ഉറുമ്പിൻ്റെ ഇത് കഴിക്കരുത്. കരടി മണ്ണിന്റെ ചെതൽപ്പുറ്റില്ലേ? ചെതൽപ്പുറ്റ്. വർഗ്ഗങ്ങൾ ഇതെല്ലാം കഴിക്കും. തേന് കഴിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ എല്ലാ സാധനം കാട്ടുറന്നത്.
ഇവിടെ തന്നെ ഞങ്ങൾ പോയിരിക്കുന്നു. പുഴയുടെ തന്നെ കടലിലേക്ക് പോയതാണ്. കാട്ടുപോത്തോടി പോയി. അവിടെ നമ്മളാവ് നിൽക്കണ്ടേ, പക്ഷേ വൈഡായതുകൊണ്ട് കാണില്ല. മോളിൽ കയറി അങ്ങനെ നമ്മൾ നടന്ന് ശരിക്കും പറഞ്ഞാൽ പക്മാർക്ക് ട്രയൽ തന്നെയായിരുന്നു. ശരിക്കും ഒരു കടുവയുടെ കാൽപ്പാട് പിന്തുടർന്ന് നമ്മൾ കയറി. പക്ഷേ നിർഭാഗ്യവശാൽ കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷയോടുകൂടി നടക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കനിമരത്തേക്ക് കാണാനാണ്. ലോകപ്രസിദ്ധമാണ്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു തേക്കാണ്. അതിനെ സംരക്ഷിച്ച് പോരുകയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ തേക്ക് കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് പതിയെ തിരിച്ച് വീണ്ടും ട്രക്കിംഗ് ആരംഭിക്കും. ഓ മോനെ, ഗംഭീര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലടിച്ച്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഇത്രയും ഒരു ട്രക്കിങ് നമ്മൾ ചെയ്തിട്ടില്ല. ശരിക്ക് പക്മാർക്ക് ട്രയൽ എന്ന് പറഞ്ഞാൽ പക്മാർക്ക് ട്രയൽ. അതായത് ശരിക്കും ടൈഗറിനെ നമ്മൾ ഫോളോ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രഷ് പക്മാർക്ക്. പിന്നെ അതൊക്കെ നമ്മൾ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഭയങ്കര ആകാംക്ഷയായിട്ട് ഇപ്പോൾ നമ്മൾ കനിമരത്തേക്കിൻ്റെ അവിടേക്ക് എത്തി. സഫാരി വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇനി കനിമരത്തേക്കും കാര്യങ്ങളും ഈ പരിസരം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നടന്നു പോകും. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു. ഇതാണ് കന്നിമരത്തേക്ക്, ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരം. 471 കൊല്ലം പഴക്കമുള്ള മരം. ഈ മരം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ മെഷർമെൻറ്റ് 41.83 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ ചുറ്റളവ് 7.14 മീറ്റർ ചുറ്റളവുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ നമ്മുടെ കനിമാര ദർശനം കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ചെയ്യാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് കനിമാര തേക്ക്. എന്നിട്ട് അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഓൾമോസ്റ്റ് അവസാനിക്കാറായി. നല്ല ഡ്രൈ സീസൺ ആയതുകൊണ്ട് തന്നെ ട്രക്കിങ്ങിന് വരുന്നവർ നിർബന്ധമായും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ 2 ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതണം. ഒപ്പം തന്നെ നമ്മുടെ ഓറഞ്ച് പോലെയുള്ള ജലാംശമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കയ്യിൽ കരുതണം. എന്തായാലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും അധികം വെള്ളം ദാഹിക്കാത്ത മോഡൽ ഫുഡ് ഐറ്റംസ് എല്ലാവരും കരുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ട്രക്കിങ്ങിന് വരാനായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂ മസ്റ്റായിട്ടും ധരിക്കണം. എങ്ങനെയുള്ളൊരു ഇതിൽ കൂടെയാണ് കടന്നു പോകാൻ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് ട്രക്കിങ്ങിന് വരിക. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കടുവേനെ കാണാൻ പറ്റിയില്ലെങ്കിലും കാട്ടുപോത്തിനെയും മാനിയും മ്ലാവിനെയും അതുപോലെ ഒരുപാട് തരം പക്ഷികളെയും കാട്ടുകോഴീനെയും ഒക്കെ കാണാൻ പറ്റി. ടൈഗറിനെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ കുറേ ദൂരം ഞങ്ങൾ നടന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഈ ഒരു ട്രക്കിങ് ഞാൻ സജസ്റ്റ് ചെയ്യാം. നമ്മുടെ കൂടെ പക്മാർക്ക് ട്രെയിനിൽ വന്നിട്ടുള്ള നമ്മുടെ ഗൈഡിൽ ഒരാളാണ്, വാച്ചറാണ്. ചേട്ടൻ പേരെന്ന് പറഞ്ഞാൽ? എൻ്റെ പേര് ഗോപാൽ. ഓക്കെ, ഇവിടെ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആളുടെ കൈ കരടിയുടെ കടിയേറ്റ് ഡാമേജ് വന്നിട്ടുള്ള ആളാണ്. കയ്യിൽ നിന്ന് കണ്ട കയ്യിൻ്റെ ഒരു ഇത് കണ്ട, കരടി അറ്റാക്ക് ചെയ്തതാണ്. കരടി എന്താ കടിച്ചാണ് ആ നമ്മൾ പിന്നീട് വരുമ്പോൾ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, മേഡം ഉണ്ടായിരുന്നു. നമ്മളൊരു 4 പേരുണ്ടായിരുന്നു, 5 പേരുണ്ടായിരുന്നു. അവർ 4 പേര് ബാക്കിലോടി, ഞാൻ മാത്രമേ
കരടിയിൽ പെട്ടുള്ളൂ. പെട്ടൂല. ആ കരടി ഇപ്പോൾ കൈ കടിച്ചു. കൈ കടിച്ചു. അങ്ങനെ പറ്റിയത്. എന്നിട്ട് ഇത് എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ടിച്ചിട്ട്. എത്ര സ്റ്റിച്ചിട്ട് ഓർമ്മയുണ്ടോ? ടിച്ചുണ്ട് ഇതിൽ 18 ടിച്ചുണ്ട്. 18 സ്റ്റിച്ചിട്ടോ? ഇതിൽ 9 ഇതിൽ 9. ഓ 2 വിരലുകളിലായിട്ട് 18 സ്റ്റിച്ചാണ് ഇട്ടത് അല്ലേ? ഓ ഇതങ്ങനെ ചെറിയൊരു കേപ്പേ ഉള്ളൂ. ഇതങ്ങനെ മുറിഞ്ഞു. ഓ അത്രയ്ക്ക് കട്ടായി? അത്രയും കട്ടായി. പക്ഷേ എൻ്റെ പൊന്നെ. അങ്ങനെ ബെൽറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കയ്യിനെ വിരല് മടക്കാൻ പറ്റുമോ? ഇത് മടക്കാൻ പറ്റില്ല. ഓ തള്ളവിരല് സ്റ്റിഫായി അല്ലേ? ഓ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വേദന അങ്ങനെ ഇപ്പൊ ഒന്നുമില്ലോ? വേദനയില്ല, കുറച്ച് വിരിപ്പിരിപ്പുണ്ട്. ഉണ്ടല്ലേ? ഇത് മരത്തിൽ എന്തെങ്കിലും തട്ടിയാ വേദനിക്കല്ലേ? ഇതിപ്പോ എത്ര കൊല്ലം കൊണ്ടിട്ട്? 5 കൊല്ലമൊക്കെ കഴിഞ്ഞു. 5 കൊല്ലത്തോളായില്ലേ? ഓക്കെ. അപ്പോ ഗോപാൽ ചേട്ടൻ, ഗോപാൽ ചേട്ടൻ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫാണ്, ഫോറസ്റ്റ് വാച്ചറാണ്. നമ്മുടെ കൂടെ പക്മാർക്ക് ട്രയലിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ലീഡ് ചെയ്ത 2 പേരിൽ ഒരാളാണ് ഇദ്ദേഹം. മറ്റാളെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ട്രക്കിങ്ങിന് വന്ന പക്മാർക്ക് ട്രക്കിങ്ങിന് വന്ന നമ്മുടെ ഗൈഡിൽ ഒരാളാണ് മുരുകൻ ചേട്ടൻ. അപ്പോൾ നമ്മുടെ ഇവിടെ പറമ്പിക്കുളം കുറേ നാളല്ലേ? എത്ര നാളായി പറമ്പിക്കുളത്ത്? ഇപ്പോൾ 23 വർഷമായി. 23 വർഷമായില്ലേ? 23 വർഷമായിട്ട് ജോലി ചെയ്തു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ? ഞാൻ ട്രക്കിങ്ങിനൊക്കെ പോകും, ആൾ ഫീൽഡ് വാച്ചറായിട്ട് പോലെ. ഓക്കെ. എന്തെങ്കിലും മറക്കാനാവാത്ത വല്ല അനുഭവങ്ങൾ ഇങ്ങനെ? ആൾക്കൊരു കരടി അറ്റാക്കിൻ്റെ കേസ് പറഞ്ഞു. എന്തെങ്കിലും അനിമൽസിനെ കണ്ട കാര്യങ്ങളോ? ഒരുപാട് ഉണ്ടല്ലേ? ആനയെ ഒട്ടിപ്പിച്ചിട്ട് വീണ് ഇവിടുത്തെ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. സ്ക്രാച്ച് ആയിട്ടുണ്ട്. ആ ശരി. ഹോസ്പിറ്റലൈസ് ചെയ്ത് 2 മാസം റെസ്റ്റ് ആയിരുന്നു. ഓക്കെ. പിന്നെ മറ്റേ പുള്ളി അടുത്ത് വെച്ച് കണ്ട് മറ്റേ ഫ്രണ്ടിൽ കൂടെ ചാടി പോയിട്ടുണ്ട്. ട്രക്കിങ് പോയിട്ട് മറ്റേ കിടന്നുറങ്ങുന്ന സമയത്ത് അത് കിടന്നുറങ്ങായിരുന്നു. നിങ്ങൾ നടന്നു പോയപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുത്ത് ഫ്രണ്ടിൽ കൂടെ ചാടിപ്പോയി. 1 മിനിറ്റ് അങ്ങനെ ഒരു മരവിപ്പ്. പിന്നെ കാട്ടുപോത്തും മറ്റേ ഓട്ടിപ്പിച്ച് ഇപ്പൊ നമ്മളെ കണ്ടപ്പോലെ ഇത് ഇപ്പൊ ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. പച്ചപ്പുള്ള സമയത്ത് നമുക്ക് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ പോണ സമയത്ത് ചിലപ്പോൾ അടുത്തൊക്കെ വെച്ചായിരിക്കും കാണും. അപ്പോഴാണ് ഇതുപോലെ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നത്. അത് പേടിച്ചിട്ടാണെന്ന് ശരിക്കും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്ന് ആക്രമിക്കുന്നത്. കരടി മാത്രമാണ് കാട്ടിനകത്ത് ഏറ്റവും അപകടം. നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്ന് ആക്രമിക്കുന്നത്. ബാക്കിയുള്ള ജീവിയൊക്കെ അത് അതിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്തൊക്കെ വന്ന് പോകുന്നത്. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റുന്നതാണ് 99% പ്രശ്നം, ഇൻക്ലൂഡിങ് കടുവടക്കം. പുള്ളിപ്പുലിയോ കടുവ ആക്സിഡന്റ് പറമ്പുകുളത്ത് സംഭവിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല. കടുവ കാണാൻ സാർ എന്നാലും അത് മാറിപ്പോകും. നമ്മുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴും തന്നെ അത് ഇങ്ങനെ മാറിപ്പോയി. ഒരു രാജവമ്പാലയുടെ കുറെ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ? രാജവമ്പാലയൊക്കെ ഉണ്ട്. അത് കൂടുതലും മറ്റേ ഈറ്റക്കാട് അതിനകത്താണ് കൂടുതലുണ്ടാവുന്നത്. ഇപ്പം ഉണ്ടാവില്ല, മഴക്കാലത്താണ് കൂടുതലും കാണാൻ പറ്റുള്ളൂ. പിന്നെ കാട്ടിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭാഗ്യം. സെറ്റിംഗ് എല്ലാം കാട്ടിനകത്ത് പോകുമ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഉണ്ടാകും. ഏത് സമയത്ത് എന്ത് കാണും എവിടെ കാണുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് കാട്ടുപോത്തുമ്പിളാവൊക്കെ കണ്ടില്ല, അത്രയും നടന്നു വന്നിട്ട് കണ്ടില്ല. അവസാന സമയത്താണ് നമ്മൾ കണ്ടത്. പിന്നൊക്കെ നമ്മൾ കാട് ആസ്വദിക്കുക. നാച്ചുറൽ ഫോറസ്റ്റ് അത്രേ ഉള്ളൂ. ഈ കിട്ടുന്ന കാറ്റ് എത്ര പൈസ കൊടുത്താലും ശുദ്ധവായു, ഓക്സിജൻ ഒക്കെ പൈസ കൊടുത്താണ് ആൾക്കാർ വാങ്ങിച്ചത്. നാച്ചുറലായിട്ട് കിട്ടുന്നത് കാട്ടിനകത്ത് ഈ ഓക്സിജൻ. ഓക്കെ, താങ്ക് യു. നല്ലൊരു ട്രക്കിംഗ് ആയിരുന്നു. അടിപൊളി ട്രക്കിംഗ്. ശരി.